ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് റവ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കാണിക്കുന്നത്. ഇത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. കറികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ഫിഷ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ കുറുമ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ല ഒരു ചായ പലഹാരമായിട്ട് അതിൻ്റെ കൂടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തത് വറുത്ത റവയാണ് കേട്ടോ, റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ നോർമൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, ചെറിയൊരു ചൂടോട് കൂടിയിട്ട്, അധികം ചൂട് വേണ്ട, സാധാരണ ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് നനഞ്ഞിരിക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഏതാണ്ട് ഒരു 1/2 കപ്പിനേക്കാൾ കുറച്ച് കുറവ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് നന്നായിട്ട് നനഞ്ഞിരിക്കണം, വെള്ളം കൂടി പോകരുത്. നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ വെള്ളമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇത് ഒന്ന് അടച്ചു വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് നാളികേരം ഇടുക. അപ്പോൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ ഒരു കപ്പിൻ്റെ 1/3 ഭാഗം നാളികേരം എടുത്താൽ മതി. അതിപ്പോൾ കപ്പിലോ ഗ്ലാസ്സിലോ ഏതിലാണെങ്കിലും അതിൻ്റെ 1/3 എടുത്താൽ മതി നാളികേരം കേട്ടോ. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. നമ്മൾ റവയിൽ ഉപ്പ് ചേർക്കുന്നില്ല, ഇതിലാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഒരു 5ഓ 6ഓ ചുവന്നുള്ളി കൂടി ചേർക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒതുക്കിയെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് തരിതരിപ്പായിട്ട് അടിച്ചെടുക്കണം, ഫൈനാക്കരുത്. ഇനി ഈ റവ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നാളികേരം മിക്സും കൂടിയും ചേർക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് വെള്ളത്തിൻ്റെ ജലാംശം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി റവ ചേർത്താൽ മതി. എന്നിട്ട് 1-2 ടേബിൾ സ്പൂൺ റവ ചേർക്കുക. അല്ലെങ്കിൽ എത്രയാണോ വേണ്ടത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവാൻ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി റവ ചേർത്താൽ മതി. വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത് കാരണം ഇത് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇത് ഫെയിലാവുമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കുക. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. കുറച്ച് നേരം നന്നായിട്ടൊരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. അപ്പോൾ ഇനി ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുഴയ്ക്കുക. ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ളൊരു ബോൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് പേപ്പറിൽ വെച്ച് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അധികം കട്ടി കൂടാനും പാടില്ല, ഒട്ടും കട്ടി കുറച്ചിട്ടും പരത്താൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് ഉണ്ടാക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുക. അതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് ഷീറ്റില്ലേ അതിൻ്റെ മീതെ കുറച്ച് എണ്ണ പുരട്ടുക. എന്നിട്ട് ഈ ബോൾ അതിൻ്റെ മീതെ വെച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കയ്യിൻ്റെ സൈഡ് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഈവൺ ആയിട്ട് പരത്തി കൊടുക്കുക. കുറച്ച് ഭാഗം ഇങ്ങനെ കട്ടിയിലെ, കുറച്ച് ഭാഗം കട്ടി കുറഞ്ഞ് അങ്ങനെ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പരത്താനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ മാവ് കുഴച്ചത് കുറച്ച് കുറവാണെന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മാവ് കുഴച്ചാൽ മതി. പിന്നെ വെള്ളം കുറവണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. പക്ഷേ റവയിൽ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് അതിങ്ങനെ ലൂസായി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ പരത്തുമ്പോൾ അത് ഷേപ്പൊന്ന് ശരിയാവാൻ സൈഡൊന്ന് ഇങ്ങനെ കറക്റ്റാക്കി ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ഇങ്ങനെ സൈഡൊന്ന് ഒതുക്കി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിത് പരത്തുന്നത് ഒന്നും കൂടിയും കാണിക്കാം. ഇതേപോലെ ഉരുള വെച്ചിട്ട് കൈയിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയാൽ മതി. ഇങ്ങനെ റൗണ്ടിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പരത്തിയെടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്രയേ ഉള്ളൂ, കണ്ടല്ലേ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരി പ്രസ് ഇല്ലേ, പത്തിരി പ്രസ്, അതിൽ വെച്ചിട്ടും പരത്താം. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്, കണ്ടില്ലേ. പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ മീന്ന് പ്ലാസ്റ്റിക് പേപ്പറിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അതൊരു ചെറിയ പൂരിയുടെ വലുപ്പത്തിലായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ മാവ് പൂരിമാവിൻ്റെ മാവിനേക്കാൾ ലൂസായിരിക്കണം, അതായത് ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. മാവ് വല്ലാതെ ഇങ്ങനെ കട്ടിയിലായിരിക്കും, അതായത് വല്ലാതെ ഇങ്ങനെ വെള്ളം കുറഞ്ഞ് വല്ലാതെ ടൈറ്റായി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും.
ഇനിയിപ്പോൾ ഇതാ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ പുക വരില്ലേ, ആ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം മാത്രം ഇത് ഉണ്ടാക്കുക. അല്ലാതെ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടാലേ ഇത് പൊന്തി വരുള്ളൂ. ഇനി ഇത് കയ്യിൽ കൊണ്ട് ഇങ്ങനെ അമർത്തുക ഒന്നും വേണ്ട. കുറച്ചൊന്ന് സമയം എടുക്കും ഇതിങ്ങനെ പൊന്തി വരാൻ. പിന്നെ അത് തന്നെ പൊന്തി വന്നോളും. ഇപ്പോൾ കണ്ടില്ലേ, തന്നെ പൊന്തി വന്നു. ഇനി ഇത് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊരു ഗോൾഡൻ കളറിലാവുന്ന വരെ നന്നായിട്ട് ഉള്ളിൽ വേവും വേണം. ആ ഒരു രീതിയിൽ ഇത് പൊരിച്ചെടുക്കുക, വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ പേരാണ് റവപത്തിരി കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണത്, കറിയൊന്നും വേണ്ട, അത്രയും ടേസ്റ്റാണത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് ചായക്കൊപ്പം അല്ലെങ്കിൽ കറികൾക്കോ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.